Sobin, please come. Okay, നമുക്ക് ദീപനെ ഹോട്ട് സീറ്റിൽ വിളിക്കാം. ദീപ, please come on hot seat. ഷഫീല, automatically your time starts now. ഞാൻ സോബിനെ മനസ്സിലാക്കിയെടുത്തോളം എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാവരേറ്റവും പെട്ടെന്ന് കയറി പരിചയപ്പെടും. അങ്ങനെ പരിചയപ്പെട്ട് കഴിഞ്ഞാലും അങ്ങനെ എല്ലാവരോടും ഞാൻ ഫ്രണ്ട്ഷിപ്പ് കൂടൂല, കുറച്ച് പേരോട് മാത്രമേ ഉള്ളൂ. പിന്നെ എന്തെങ്കിലും ജോലി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് എത്ര റിസ്ക് എടുത്തിട്ടായാലും അത് എങ്ങനെയെങ്കിലും അത് ചെയ്ത് തീർക്കും. അത് നമുക്ക് ഫസ്റ്റത്തെ ഔട്ട്ഡോർ ടാസ്ക് തന്നെ നമുക്ക് അറിയാം. കോഴിനെ പിടിക്കാൻ പറഞ്ഞിട്ട് കോഴിൻ്റെ പിന്നാലെ ഓടി കിതച്ചു, അതെങ്ങനെയെങ്കിലും അത് കോഴിനെ പിടിച്ച് കൂട്ടിലാക്കി. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് നല്ലൊരു ബിസിനസ്മാനാണ്. ഇവിടെ വരുമ്പോൾ തന്നെ ഓരോ കോളുകളും ഹൗസ് ബോട്ടും ഒക്കെ എപ്പോഴും ഇങ്ങനെ ഓരോരുത്തർ സംസാരിക്കണ കേൾക്കാം. പിന്നെ നന്നായി പാടും. അപ്പോൾ പാടുന്ന ആൾക്കാർക്ക് എല്ലാവരും ഇഷ്ടമായിരിക്കും. അപ്പോൾ ഒരു സ്ഥാനം ഉണ്ടാവും, എല്ലായിടത്തും ചെന്നാലും സ്ഥാനം ഉണ്ടാവും. നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും മിസ്റ്റേക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, പറഞ്ഞു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ചൊരു പ്രയാസമാണ്. അത് സോബിൻ്റെ ഇതിൽ നിന്ന് തന്നെ എങ്ങനെയെങ്കിലും പറഞ്ഞത് സമ്മതിപ്പിക്കും മറ്റുള്ളവർക്കൊണ്ട്. അതിനുവേണ്ടി ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കും. അതെങ്ങനെയെങ്കിലും അത് പറഞ്ഞ് സോബിൻ പറഞ്ഞതാണ് ശരിയെന്നത് വ്യക്തി തീർക്കും. അത് എങ്ങനെയെങ്കിലും അത് അങ്ങനെ തോന്നിയിട്ടുണ്ട്. പിന്നെ വൈഫിന് മോളെ ആണെങ്കിൽ നന്നായി കെയർ ചെയ്യും. എനിക്ക് തോന്നുന്നു മോൾക്ക് ദീപയേക്കാൾ ഇഷ്ടം സോബിനോടാ തോന്നുന്നു. എപ്പോഴും പപ്പ എന്ന് വിളിച്ചിട്ട് ഇങ്ങനെ. പിന്നെ ഞാൻ പറയുന്നില്ല, ഒരു പ്രാവശ്യം പറഞ്ഞതിന്റെ കേട്. ഒരു പ്രാവശ്യം അവള് ക്യാമറയിൽ നോക്കി പറഞ്ഞു ഒപ്പാനെ സ്നേഹം എന്ന് പറഞ്ഞാൽ മമ്മിക്ക് ഭയങ്കര വിഷമമാണ്. ഇപ്പൊ ഈ മമ്മിയോട് സ്നേഹം. അങ്ങനെ ആയിക്കോട്ടെ. ഒത്തിരി കാര്യമുണ്ട് എന്നെ പറ്റി പറയാൻ. ആൾക്കാർ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന് ഷൈൻ ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും പാഴാക്കാറില്ല. പിന്നെ അത് ഞാനെങ്കിൽ കണ്ണടക്കം ഒന്ന് വെച്ച് ഒന്ന് സ്റ്റൈലായിട്ട് മമ്മൂട്ടിനെ ഒക്കെ ഒന്ന് അനുകരിച്ചൊക്കെ ഒന്ന് അതിലൊന്നൊരു വലിയ ആളാവാൻ നോക്കും. പിന്നെ ഡാൻസ് ആയാലും പാട്ടായാലും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. എല്ലാവരോടും എല്ലാ സ്റ്റെപ്പും ഒക്കെ പറഞ്ഞു തരാനും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അങ്ങനത്തെ ഒരു മടിയൊന്നുമില്ല. ഇനി ഒരു മിനിറ്റ് ഉണ്ട്. ഞാൻ എപ്പോഴും ദീപയോട് ചോദിക്കും, എന്താണ് ഡ്രസ്സൊക്കെ എവിടുന്നാ തയ്ക്കാറുള്ളത്, എന്താണ് എന്നൊക്കെ ചോദിക്കും. അപ്പം പറയും ഒക്കെ സെലക്ട് ചെയ്യാറുള്ളത് സോബിനാണ്. അപ്പം എനിക്ക് നന്നായിട്ട് ഡ്രസ്സൊക്കെ ഭയങ്കര ഡ്രസ് കളക്ഷൻസ് ആണ്. നന്നായിട്ട് നല്ല ഫാഷൻ കോൺഷ്യസ്. അപ്പം നല്ല സെലക്ട് ചെയ്യാനുള്ളത് ഒരു കഴിവ് തന്നെയാണ്. അപ്പൊ അതിന് ചോദിക്കാറുണ്ട് ദീപയോട്. പിന്നെ ഇനിയുണ്ട്. അതെ, നിർത്തി. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നി ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നു ഷെഫീല ചേച്ചിനെ കിട്ടിയോണ്ടായിരിക്കും എന്നെ പറ്റി ഇച്ചിരി ഒരു റിസർവിലേക്ക് പോയത്. എന്റെ ഒരു ആഗ്രഹം, എനിക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാരും എന്നെ പറ്റി കമന്റ് പറയണം. അവര് പറയണ്ടേ? അല്ല, ഒരു മാഡം പറഞ്ഞാലും പറഞ്ഞോളൂ. കാരണം എനിക്ക് അവരുടെ മൈൻഡിൽ നമ്മുടെ ഭർത്താവ് ഇവിടെ മിസ്റ്റർ സോബിൻ റെഡി ആയിരിക്കണം. ഓക്കെ, ജുമാന. സോബിനായിട്ട് ഒരു ഓപ്പൺ മൈൻഡ് ആണ് ഞാൻ മനസ്സിലാക്കിയതാട്ടോ. തെറ്റണേയും പറയാം. കാരണം ഉള്ളിലൊന്നും സൂക്ഷിക്കാതെ പുറത്ത് അതാക്കും. അത് ദേഷ്യമായാലും സങ്കടമായാലും സന്തോഷമായാലും എന്തും. പിന്നെ നമ്മളെന്തെങ്കിലും നല്ലത് ചെയ്താൽ അത് നമ്മളെ വന്ന് അപ്രീഷിയേറ്റ് ചെയ്യും. ആ ഒരു മനസ്സുണ്ട്. നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അതും പറയും. മനസ്സിൽ വെച്ച് വൈരാഗ്യമൊന്നും കാണിക്കൂല. പിന്നെ എന്തെങ്കിലും ഒരു ഒക്കേഷൻ, എന്തെങ്കിലും ഒരു നല്ലൊരു, ഇപ്പോ ഞങ്ങള് തന്നെ എന്തെങ്കിലും ഒരു ഒക്കേഷനൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ പാട്ടൊക്കെ പാടി എല്ലാവരെയും ഒരു എനർജി മൂഡിലേക്ക് കൊണ്ടുവരാൻ നോക്കും. അത് നല്ലതാണ്. നെഗറ്റീവ് പറയണോ? അതാ വേണ്ടത്. തിരുത്താനാ? ഇങ്ങനെ ഇതുപോലെ തന്നെ ഒക്കേഷൻ ടൈമിലൊക്കെ ഇങ്ങനെ കണ്ണാടിയൊക്കെ വെച്ച് മെയിനായി നിന്നിട്ട് പാട്ടൊക്കെ പാടിയാലേ ബാക്കി
ഒന്ന് തിരുത്താൻ പറയണേ. ഗ്ലാസ് ഇപ്പൊ ന്യൂ സ്റ്റൈലിൽ ഗ്ലാസ് ഒക്കെ കിട്ടും. ഇത് പഴയ ജയന്റെ മോഡലിലെ ഗ്ലാസ് ഒക്കെയാണ് വെക്കുന്നത്. അതെന്താ പറയാ, എന്റെ ഒരു ഫേസിന് മാച്ച് ആവുന്ന രീതിയിൽ എടുത്താ. പിന്നെ വേറെ കണ്ണാടി സോബിന്റെ തോന്നലല്ലേ? ആയിക്കോട്ടെ, പക്ഷെ കണ്ണാടി വെക്കുന്നതിൽ ഞാൻ വെക്കുന്നതാണ്. ഞാൻ കൂടുതൽ മോട്ടോർ ബൈക്കിൽ പോകുമ്പോൾ ഒരു പൊടി പോലെ കയറും, അതാണ് മെയിൻ ആയിട്ട്. അല്ലാതെ അത് വെച്ച് പിന്നെ ഇതിന്റെ പോക്കറ്റിൽ സ്ഥിരമായി. പക്ഷെ നാളെ ഒരു സെപ്പറേറ്റ് വേറൊരു ഗ്ലാസ് വന്ന് വെച്ചു. ഉറപ്പായിട്ടും നമ്മുടെ സഹദിന്റെ കെയർ ഓഫിൽ നമുക്ക് മേടിക്കാം. തീർച്ചയായും അടിപൊളി ഉണ്ടാവും. താങ്ക് യു ജുമാന. സുമ അങ്ങനെ റെഡി ആയിരിക്കുക. സുമേനേക്കാളും റെഡി ആയിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു വാക്കിൽ പറയാനല്ലേ പറഞ്ഞത്, ഒരു വാക്കിൽ പറയാം. ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ്. ഭൂതല്ല 4. ഓക്കെ, താങ്ക് യു. അനില? സോബിൻ, എനിക്ക് തോന്നിയത് സോബിനെ എല്ലാവരും മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു. എപ്പോഴും യു ആർ ഓൾവേസ് മിസ്അണ്ടർസ്റ്റുഡ് ബൈ അതേഴ്സ്. സോബിൻ എന്താണെന്ന് ആർക്കും എല്ലാവരും തെറ്റിദ്ധരിക്കുന്നു സോബിൻ്റെ പേഴ്സണാലിറ്റി. ശരിക്കും എനിക്ക് തോന്നിയിട്ടുള്ളത് നല്ലൊരു പേഴ്സണാലിറ്റിയാണ്, നല്ലൊരു വ്യക്തിത്വമാണ്. വെറുതെ ആൾക്കാർ കുരിശിൽ കയറ്റുന്നുണ്ടോ എന്നൊരു സംശയം, എൻ്റെ സംശയം മാത്രമാണ് കേട്ടോ. സോബിന് ഒരു പ്രാശ്ചിത്തം പോലെ, അതായത് ദീപയോട് കൺഫസ് ചെയ്തു. അത് ദീപയോട് മാത്രമല്ല എല്ലാവരുമായിട്ട് ഷെയർ ചെയ്തു. ഈ പരിപാടിയിലൂടെ ദീപയോട് ക്ഷമ ചോദിച്ചത് വളരെ അപ്രിഷ്യേറ്റ് ചെയ്യണം. കാരണം അത് ദീപയ്ക്ക് മാത്രമല്ല ഞങ്ങൾക്കും വളരെ സന്തോഷമായി. സുമേനക്കാളിലും തയ്യാറായിട്ടിരിക്കുന്ന ജഡ്ജസ് ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് കള്ളനാണെന്ന്. പിന്നെ നെഗറ്റീവ്സ് കേൾക്കാനാണ് പുള്ളിക്കാരുടെ താല്പര്യം. അത് നിനക്ക് ഒന്നും കൂടെ ഇങ്ങനെ എനർജി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു നല്ല കാരണം ഈ ഷോയിലൂടെ നമുക്ക് സ്വയമേ തിരുത്താൻ പറ്റുവാണെങ്കിൽ അത് ഏറ്റവും എനിക്ക് അഡ്വാൻറ്റേജ്. സാധാരണ നെഗറ്റീവ്സ് കേൾക്കുമ്പോൾ എല്ലാവരും ടെൻഷൻ വന്നുകൊണ്ടിരിക്കും. സോബിന് നേരെ ഓപ്പോസിറ്റ് ആണ്. നെഗറ്റീവ് കേൾക്കുമ്പോൾ ഒന്നുകൂടെ കള്ളന്റെ മീനിങ് എന്താ? എന്തോ കള്ളന്റെ ആ കള്ളനല്ല ഉദ്ദേശിച്ചത്. കോഴിനെ പിടിക്കുന്ന കള്ളനല്ല കേട്ടോ. മൊത്തത്തില് ആദ്യമേ വീണ് കോഴിക്കള്ളം പേര് വീണ്. ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. ശരി ശരി, ഓക്കെ, താങ്ക് യു. മഞ്ജു? വേറൊന്നുമില്ല. ദീപ പറഞ്ഞതിന് ദീപയുടെ ഡ്രസ്സൊക്കെ അധികവും സോബിനാണ് എടുത്തു കൊടുക്കാറ്. ദീപ പോലും ഉണ്ടാവാറില്ല എന്ന് പറഞ്ഞു. നല്ല സെലക്ഷനാണ് കേട്ടോ. നല്ലോണം സെലക്ട് ചെയ്യാൻ അറിയാം. എന്റെ സണ്ണിച്ചിന്റെ പോലെ തന്നെ. സോബിൻ ചേട്ടന് അറിയാലോ, ഒരു നാണയത്തിന് 2 വശങ്ങളുണ്ട്. അതിപ്പം 3 ആക്കണോ? വേണ്ട, അതൊരിക്കലും ആവത്തില്ല. നമ്മളാക്കിയാലും ആവത്തില്ല, നമ്മൾ ചളുക്കണം. അതുപോലെ ട്രയാങ്കിളിന് 3 സൈഡുകളുണ്ട്. സോബിൻ ചേട്ടന് ചോദ്യം ചെയ്യാറില്ല. ട്രയാങ്കിളിന് 3 സൈഡ് ഉള്ളതുപോലെ സോബിൻ ചേട്ടന് 3 സൈഡുകളുണ്ട്. ഒന്ന് ലാപ്ടോപ്പ്, നമ്പർ തിരിച്ചു പാടുന്നു. ദീപ, പിന്നെ മകൾ. ഈ 3 പേർക്കും ഒരുപോലെ. അതുകൊണ്ട് പറയണം. അപ്പൊ ഞാൻ സ്ക്വയർ ആക്കേണ്ടി വരും. അല്ല, അതിന് ഉത്തരം പറയാം. കാരണം ലാപ്ടോപ്പിനോട് ഭയങ്കര ക്രേസിന്റെ അല്ല, കാരണം എന്റെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടുണ്ടോ. എനിക്ക് അറിയാലോ, ഹൗസ് ബോട്ട് ബിസിനസ് ആണ്. ഈ ഫോണും ഇത് നെറ്റും ഇല്ലെങ്കിൽ എന്റെ കാര്യങ്ങൾ സമയത്ത് മെയിൽ വന്നാലും റീകൺഫർമേഷൻ കൊടുത്തില്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ബുക്കിംഗ് പോകും. ഇവിടെ വന്നുകൊണ്ട് നമുക്ക് നമ്മുടെ പിന്നെ അതുപോലെ സോമിൻ ചേട്ടൻ നല്ല പാട്ടുകാരനാണ്. ഇവരുടെ ആ ടാസ്ക് കഴിഞ്ഞ് പിന്നെ ഇവിടെ ദീപ കരഞ്ഞതൊക്കെ കണ്ടിട്ട് ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ ചേട്ടൻ എന്തിൻ്റെ കേടാ, നല്ലൊരു സുന്ദരിയായ ഒരു ഭാര്യേനെ ഇട്ട് കരയിപ്പിച്ചു, ആ ചേട്ടന് നല്ലൊരു ഇടി കൊടുക്കണം എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അത് ഞാൻ ഡയറക്റ്റ് പറയുകയും ചെയ്തു. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ സ്വയം തിരുത്തുന്നുണ്ടെന്ന് തോന്നുന്നു. വന്ന ഉടനെയൊക്കെ ആരുമായിട്ട് അങ്ങനെ കമ്പനിയൊന്നും ഉണ്ടായില്ല. ഇപ്പം എല്ലാവരോടും ഭയങ്കര കൂട്ടാണ്. അതിനൊരു കാര്യം പറയാം. ഞാൻ ആദ്യം വന്ന സമയത്ത് ഒരുമാതിരി എല്ലാ ആൾക്കാരോടും എനിക്കൊന്ന് അജയേട്ടൻ പിന്നീട് വന്നെന്ന് തോന്നുന്നു, അങ്ങോട്ട് കയറി മിണ്ടിയ ഒരു വ്യക്തിയാണ്. കാരണം പിന്നീട് നിങ്ങളെ ഞാൻ മീറ്റ് ചെയ്യുമ്പോൾ എന്റെ മാനസികാവസ്ഥ ശരിക്കും വ്യത്യസ്തമാണ്. അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ആ ഒരു 5 days നമ്മളിവിടെ ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് അങ്ങനെയുള്ള മനസ്സ് തകർന്നിരിക്കുന്ന സമയമായിരുന്നു. അതുകൊണ്ട് അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അന്ന് ഇവിടെ ഇരിക്കുന്ന ഗോഡ്വിൻ ആണെങ്കിലും ഫിലിപ്പ് ആണെങ്കിലും ജോഷി ചേട്ടനാണെങ്കിലും എല്ലാവരോടും ഈവൻ നമ്മുടെ സാറ് മനോജ് സാറാണെങ്കിലും അങ്ങോട്ട് കയറി ഞാൻ സംസാരിച്ച വ്യക്തിയാണ്. അങ്ങനെ ഒരു മൈൻഡാണ് എനിക്ക്. പിന്നെ നിങ്ങൾ എന്നെ കാണുന്നത് 5 ദിവസത്തെ പാക്കേജിലാണ്. ആ സമയത്ത് നമ്മൾ
മിസ്സിങ് സംസാരിക്കാൻ പറ്റില്ല. എല്ലാം മാറിയോ? പക്ഷെ അങ്ങനെ തോന്നിയില്ല എൻ്റെ അടുത്ത് അല്ല അത് അറിയാൻ പൊതുവെ എല്ലാവരും ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു. Yes, yes. ഈ ലാപ്ടോപ്പായിട്ട് ഒരു മൂലയ്ക്ക് ഇരിക്കുമായിരുന്നു, അല്ലെങ്കിൽ മോളെയും കൊണ്ട് നടക്കും. Yes. ആരോടും മിംഗ്ലിംഗ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ പ്രാവശ്യം അതൊക്കെ മാറി എല്ലാവരോടും ഭയങ്കര രസമായിട്ട് പോകുന്നുണ്ട്. ഇപ്പൊ മൈൻഡ് ഫ്രീ ആയി വരുന്നുണ്ട്. പിന്നെ വേറെ എന്തെന്നാ, ബൈക്കിൽ പോകുമ്പം പൊടി അടിക്കാണ്ടിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഷോപ്പിങ്ങിന് പോയപ്പോ കണ്ണട വെച്ച് അത് ആദ്യം നമുക്ക് കിട്ടുന്ന ഒരു ചാൻസ് അല്ലേ മാഡം? അതാണ് ഇവരെല്ലാരും പറഞ്ഞ. ഇത് ഏതെങ്കിലും ഒരു ഡയറക്ടർ ഉണ്ട് നമ്മളെ വിളിച്ച് വാ നമുക്ക് ഏറെ പോകാന്ന് പറഞ്ഞാൽ ഓക്കെ അല്ലേ? അത് കണ്ണട ഇല്ലാതെ തന്നെ കിട്ടിയ ഗ്ലാമറാ. അവസരം മുതലാക്കി എന്നുള്ളൂ, വേറെ ഒന്നുമില്ല. അല്ല, കണ്ണട ഇല്ലാതെ തന്നെ ഗ്ലാമറാ. കണ്ണട ഒന്നും വെക്കണമെന്നില്ല. Is it? ഓക്കെ, താങ്ക് യു. അപ്പൊ എന്തായാലും അതെ. വയറ് നിറച്ചിട്ട് മാർക്കില്ലല്ലോ, കുഴപ്പമില്ല. ഓ ഷഫീല, അപ്പൊ മാർക്ക് എത്ര? 9 marks. 9 marks. Oh, mutually 9. Okay, thank you, Sobin. Thank you so much. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്.